നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഫലമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ നിലയിലേക്ക് ഉയർത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേങ്ങാടി കെ നായനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. റോഡ് നവീകരണത്തിന് തടസ്സം നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റാത്ത CPM DYFI നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF. PWD സ്ഥലത്ത് നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിക്കാതെ ഉദ്യോഗസ്ഥർ CPMന് ഒത്താശ ചെയ്യുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും UDF. ഇരിക്കൂർ കുഞ്ഞാമിന കൊലപാതക കേസിലെ പ്രതികൾ 10 വർഷത്തിനു ശേഷം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ന്യൂഡൽഹി നാങ്നോയ് സ്വദേശി നസീർ അലിയുടെ ഭാര്യ പർവീൺ ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവർ. പൊയിലൂരിൽ CPM സ്തൂപവും കൊടിമരവും തകർത്തു. പിന്നിൽ RSS എന്ന് CPM. വാർത്തകൾ വിശദമായി. നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഫലമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ നിലയിലേക്ക് ഉയർത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വേങ്ങാട് കെ നായനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പുരോഗതി സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായി സംഭവിച്ചതല്ല, മറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ സർക്കാർ നടത്തിയ ഇടപെടലുകളുടെ ഫലമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളം മാറി. ലോകം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5000 കോടിയിൽ പരം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി, സ്കൂളുകൾ തന്നെ ഹൈടെക്കായി മാറിയിരിക്കുന്നു. എല്ലാ ആധുനിക കാലത്ത് വേണ്ട അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടമായി സ്കൂളുകൾ മാറുകയാണ്. അതിനുതകും വിധമുള്ള അക്കാദമിക് തലം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അധ്യാപകരും ആ നിലയിലുള്ള നൈപുണ്യം സമ്പാദിച്ച് മുന്നോട്ട് പോവുകയും, ഇതെല്ലാം കൊണ്ടാണ് രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും ശക്തമായ സംസ്ഥാനം എന്ന നിലക്കുള്ള അംഗീകാരം കേരളത്തിൽ ലഭിക്കാനിടയാകുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 5000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. സ്കൂളുകൾക്ക് നല്ല കെട്ടിടങ്ങൾ, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഹൈടെക് ക്ലാസ് റൂമുകൾ തുടങ്ങിയ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, പാഠപുസ്തക വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ 2016 മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. പൊതുവിദ്യാലയങ്ങളിൽ 5 ലക്ഷം കുട്ടികൾ കുറവായിരുന്നു. 1000 സ്കൂളുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. പാഠപുസ്തകങ്ങൾ സമയത്ത് കുട്ടികൾക്ക് ലഭിച്ചിരുന്നില്ല. ഈ സ്ഥിതിയിൽ നിന്ന് രാജ്യത്ത് നീതി ആയോഗ് പുരസ്കാരം ലഭിക്കുന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിയത് സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന കരുതലിൻ്റെ ഫലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പറഞ്ഞ വാക്ക് പാലിക്കുന്ന രീതിയാണ് LDFനുള്ളത് എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നൽകിയ വാഗ്ദത്തങ്ങൾ നടപ്പാക്കാനുള്ള നടപടി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതിന് സ്വീകരിച്ച മാർഗം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായാണ് മാറ്റങ്ങൾ വന്നത്. ആ മാറ്റമാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാണുന്നത്. ഏതായാലും വിദ്യാഭ്യാസ മേഖലയാകെ വലിയ തോതിൽ കരുത്താർജിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി തന്നെ കേരളം മാറുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പഠിക്കാൻ
കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം വരുന്നു. അതിനനുസൃതമായ കോഴ്സുകൾ പുതുതായിട്ട് വരുന്നു. ഇത്തരം നടപടികൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് നാം കാണേണ്ട കാര്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം പ്രഭാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ചന്ദ്രൻ, സി സജീവൻ, സന്ധ്യാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. റോഡ് നവീകരണത്തിന് തടസ്സം നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റാത്ത CPM DYFI നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF. PWDയുടെ സ്ഥലത്ത് നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിക്കാതെ ഉദ്യോഗസ്ഥർ CPMന് ഒത്താശ ചെയ്യുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും UDF കടവത്തൂർ മേഖലാ നേതാക്കൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവീകരണ പ്രവൃത്തി നടക്കുന്ന മുണ്ടത്തോട് കടവത്തൂർ റോഡ് കീഴ്മാടം കല്ലിക്കണ്ടി തൂവക്കുന്ന റോഡിന്റെ ഭാഗമായ കല്ലിക്കണ്ടി കടവത്തൂർ റോഡ് സംഗമിക്കുന്ന സ്ഥലത്ത് ഓവുചാലിന് മുകളിലാണ് CPM ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ മുണ്ടത്തോട് റോഡിൽ നിന്നുള്ള മഴവെള്ളം കടവത്തൂർ ടൗണിലെ ഡ്രൈനേജ് വഴി എലിത്തോട് പുഴയിലേക്കാണ് ഒഴുകാറുള്ളത്. ബസ് ഷെൽട്ടർ തടസ്സം നിൽക്കുന്ന കാരണം കല്ലിക്കണ്ടി മുണ്ടത്തോട് റോഡുകളിൽ നിന്നുള്ള ഓവുചാലുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. PWDയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഷെൽട്ടർ നവീകരണ പ്രവൃത്തിക്ക് തടസ്സമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാൻ മടി കാണിക്കുകയാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി 3 ആരാധനാലയങ്ങളുടെ കെട്ടിട ഭാഗങ്ങൾ, 2 വിദ്യാലയങ്ങളുടെ കെട്ടിട ഭാഗങ്ങൾ, 24 കച്ചവട സ്ഥാപനങ്ങളുടെ ഭാഗങ്ങൾ, മുസ്ലിം ലീഗിന്റെ 3 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, നിരവധി വീടുകളുടെ മതിലുകൾ എന്നിവ പൊളിച്ചു മാറ്റിയിട്ടും റോഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റാത്ത CPM വികസന വിരുദ്ധവും വഞ്ചനാപരവുമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് UDF നേതാവ് കാട്ടൂർ മഹമ്മൂദ് കുറ്റപ്പെടുത്തി. വന്ന് കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാകും കടവത്തൂരാണ് അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് ഈ ഗതാഗതക്കുരുക്ക്, വർഷകാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട്, ഇതൊക്കെ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണത്തിലൂടെയാണ് റോഡ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഡ്രെയിനേജിന് തടസ്സം നിൽക്കുന്ന വിധത്തിൽ, ഗതാഗതക്കുരുക്ക് വ്യാപകമായി ഉണ്ടാകുന്ന വിധത്തിൽ ആണ് നിലവിൽ ആ ബസ് ഉള്ളത്. അപ്പോൾ തന്നെ ഈ പാനൂർ ഭാഗത്തു നിന്നുള്ള ബസ് പാറക്കടവ് മുണ്ടത്തോർ റോഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ഈ ബസ്സുകൾ ഉണ്ടാക്കുന്ന പ്രയാസം ചില്ലറയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സംഭവമാണ്. നിലവിൽ തന്നെ കടവത്തൂർ മുതൽ പുല്ലൂർക്കര വരെ പോകുമ്പോൾ സ്കൂളുകളുടെ ഭാഗം, ആരാധനാലയങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. എത്രയോ മതിലുകൾ, ഒരുപാട് തുക ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള മതിലുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ തന്നെ കടവത്തൂർ ടൗണിലുള്ള ഇപ്പൊ തന്നെ ഈ റമദാൻ സീസണാണ്, കച്ചവടം നടക്കേണ്ടുന്ന ഒരുപാട് ആളുകൾ ഷോപ്പ് കൂട്ടി വീട്ടിലിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു വികസന പ്രവർത്തനം വരുമ്പോൾ അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാനതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസുകാർ, റെഡിമെയ്ഡ് ഷോപ്പുകാരൊക്കെ ഷോപ്പടച്ച് വീട്ടിലിരിക്കുക, കച്ചവടമൊന്നും നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെയും ഇതിന് സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ CPMന്റെ ഒരു ബസ് ഷെൽട്ടർ മാത്രമേ നിലനിൽക്കുകയാണ്. മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള 3 ബസ് ഷെൽട്ടറുകൾ കടവത്തൂർ മുതൽ കല്ലിക്കണ്ടി വരെയുള്ളത്, മൊയിലോത്ത്, പുതുക്കുമ്മൽ, തണ്ടപ്പുറം, ഈ 3 ബസ് ഷെൽട്ടറുകൾ പാർട്ടി പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്കൂളിന്റെ നിലവിലുള്ള തൃപ്പമൂർ സ്കൂളിന്റെ ഭാഗം, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ചാക്യാർ നിലയും ബസ് ഷെൽട്ടർ നവീകരണ പ്രവൃത്തിക്ക് തടസ്സമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ മടി കാണിക്കുകയാണ്. നാട്ടുകാരുടെ ഏത് സ്വത്തും പൊളിച്ചു മാറ്റിയിട്ടും പാർട്ടി ഓഫീസും ബസ് ഷെൽട്ടറും പൊളിച്ചു മാറ്റില്ലെന്ന CPM നിലപാട് പരിഹാസ്യമാണ്. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ പ്രവൃത്തി തടയുന്നതുൾപ്പെടെയുള്ള ജനകീയ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് KP സാജു പറഞ്ഞു. ഈ പറയുന്ന കൊച്ചിയാങ്കാടിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസ് ഉള്ളത്. ആ ആഫീസിനെ തൊടാൻ പാടില്ല, ആ ആഫീസ് പൊളിക്കാൻ പാടില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.
എഴുത്തോട് പാലം മുതൽ വയലുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അതിനിടയിലാണ് പാർട്ടി ഓഫീസുകൾ. അപ്പൊ പാർട്ടി ഓഫീസ് തൊടാൻ പാടില്ല, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ബസ് സ്റ്റോപ്പ് തൊടാൻ പാടില്ല. നാട്ടുകാരുടെ ഏത് സ്വത്തും കയ്യേറി ഏത് വീടിന്റെ ഭാഗമായാലും ഓഫീസിന്റെ ഭാഗമായാലും പള്ളിയുടെ ഭാഗമായാലും മനുഷ്യന്റെ ഭാഗമായാലും സ്കൂളിന്റെ ഭാഗമായാലും എല്ലാം പൊളിച്ചു മാറ്റണം. പക്ഷെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സാധനം തൊടാൻ പാടില്ല. അതേ നിലയിലേക്ക് തന്നെ എഞ്ചിനീയർമാർ വരുമ്പോൾ തീർച്ചയായും പൊതുജന പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ചാൽ തോന്നുമ്പോൾ മുണ്ടത്തോട് കടത്ത് റോഡ് വർക്ക് നിന്നിട്ടാണല്ലോ. ഇനി അത് മറ്റേ കടവത്തൂർ കല്ലിക്കണ്ണീർ റോഡിന്റെ പ്രവർത്തനത്തിന്റെ ഇതിലേക്കും ബാധിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം. UDF നേതാക്കളായ ഇസ്മയിൽ നെല്ലൂർ, സജീവൻ എടവന, അബ്ദുള്ള പാലേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇരിക്കൂർ കുഞ്ഞാമിന കൊലപാതക കേസിലെ പ്രതികൾ 10 വർഷത്തിനു ശേഷം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. 2016 ഏപ്രിൽ 30 ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സിദ്ദിഖ് നഗർ എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്ന മെരടൻ കുഞ്ഞാമിന എന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെട്ട പ്രതികളായ ന്യൂഡൽഹി നാങ്ലോയി സ്വദേശി നസീർ അലിയുടെ ഭാര്യ പർവീൺ ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവരാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത്. നേരത്തെ ഇവർ സൗമ്യ രംഗവാല ഫരീദ, സുധ, സമീറ തുടങ്ങിയ വ്യാജ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. 2016 വർഷം പ്രതികൾ വസ്ത്രം വ്യാപാരികൾ എന്ന് പറഞ്ഞ് കുഞ്ഞാമിന താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള വാടക വീട്ടിൽ താമസിക്കുകയും കുഞ്ഞാമിനയുമായി സൗഹൃദത്തിലാവുകയും 2016 ഏപ്രിൽ 30 രാവിലെ കുഞ്ഞാമിനിയെ പ്രതികളുടെ വാടക വീട്ടിൽ വെച്ച് കഴുത്തിനും വയറിനും നെഞ്ചത്തും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് മരിച്ചു എന്നുറപ്പാക്കി കുഞ്ഞാമിനിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2.5 പവൻ തൂക്കം വരുന്ന സ്വർണമാലയും കയ്യിലുണ്ടായിരുന്ന ഒരു വളയും പണവും കവർച്ച ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യം ചെയ്ത പ്രതികൾ അവിടെ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങി കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ കേസിൽ പിടിക്കപ്പെടാതിരിക്കാൻ പ്രതികൾ എല്ലാവിധ മുൻകരുതലുകളും നടത്തിയിരുന്നു. പ്രതികൾ വ്യാജരേഖകൾ നൽകിയാണ് ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് എടുത്തത്. സംഭവത്തിന് മുൻപ് തന്നെ ഫോൺ വിൽപ്പന നടത്തി. ഫോണിൻ്റെ സിം കാർഡുകൾ സംഘടിപ്പിച്ചത് കർണാടക സ്വദേശിയായ ഒരാൾക്ക് സൗജന്യമായി വസ്ത്രം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ്. പ്രതികൾ ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിച്ചിരുന്നില്ല. ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ 2016 രജിസ്റ്റർ ചെയ്ത കേസ് 2024 അന്തർ സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി 7 ഭാഷകൾ സംസാരിക്കുന്ന പ്രതികൾ കണ്ണൂരിനെ കൂടാതെ കേരളത്തിലെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച് പോലീസിന് പിടികൊടുക്കാതെ കഴിഞ്ഞ 10 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി സുധീർ കല്ലൻ, കണ്ണൂർ റൂറൽ DHQവിലെ SIമാരായ അബ്ദുൾ റൌഫ്, ഗിരീഷ്, സുധീഷ്, ASI മഞ്ജുള എന്നിവരടങ്ങിയ സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘം അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ പ്രതികളെ മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നും മധ്യപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത്. പ്രതികളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ണൂരിൽ ഹാജരാക്കിയതിനു ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പൊയിലൂരിൽ CPM സ്തൂപവും കൊടിമരവും തകർത്തു. പിന്നിൽ RSS ആണെന്ന് CPM നേതാക്കളും പ്രവർത്തകരും ആരോപിച്ചു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പൊയിലൂർ മേപ്പാട്ട് അർദ്ധരാത്രിയോടെയാണ് സംഭവമെന്നാണ് സൂചന. CPM സ്തൂപവും കൊടിമരവും പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിലാണ്. പ്രചരണ ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. സംഭവസ്ഥലം CPM നേതാക്കളും പ്രവർത്തകരും സന്ദർശിച്ചു. സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള RSSന്റെയും BJPയുടെയും നീക്കം ജനം തിരിച്ചറിയണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. KSU ധർമ്മടം നിയോജക മണ്ഡലം പ്രസിഡന്റിന് നേരെ അക്രമം. കായലോട് ചാന്ദിനി ഹൌസിൽ വൈഷ്ണവ് മലപ്പിലായിക്കാണ് പരിക്കേറ്റത്. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് KSU ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി കായലോട് പെട്രോൾ പമ്പിന് സമീപത്തെ ഹോട്ടലിൽ വെച്ചാണ് വൈഷ്ണവ് ആക്രമിക്കപ്പെട്ടത്. തലയ്ക്കും വലത് കൈക്കുമാണ് പരിക്ക്. ഹോട്ടലിൽ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അക്രമം. CPM ബ്രാഞ്ച് സെക്രട്ടറി V. റിജേഷിന്റെ നേതൃത്വത്തിലുള്ള 2 അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇത് തുടങ്ങുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട് രാഹുലും അതേപോലെ നമ്മുടെ
KSUവിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അതിലും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാറ് പോയതാണ്. അപ്പോൾ കായലോട് പെട്രോൾ പമ്പിന് സമീപം ഓപ്പോസിറ്റായിട്ട് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ കായലോട്. അപ്പോൾ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് രണ്ടാൾക്കാർ DYFIൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു റിജേഷും മറ്റൊരാളും, മറ്റൊരാൾ പേരറിയില്ല, രണ്ടാൾക്കാർ അന്ന് കായലോടുന്നാണോ നീ കളിക്കുന്നത്, നിന്നെ കൊല്ലുവിടാന്ന് പറഞ്ഞാൽ ആദ്യം അടിച്ച് എന്നെ വലിച്ച് താഴേക്കിട്ട്, വലിച്ച് താഴേക്കിട്ടതിന് ശേഷം ഒരു ഇരുമ്പ് അടിച്ച് തലക്കടിക്കാൻ ശ്രമിക്കുന്നു. ആ ഇരുമ്പ് അടിച്ച് തലക്കടിക്കുമ്പോഴാണ് കൈ വെച്ച് തന്നിട്ടാണ് കൈക്കൊരു പരിക്കേൽക്കുന്നത്. അതിനുശേഷം ഇവർ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ആ ഗ്ലാസ് എടുത്ത് മേത്തേക്ക് എറിഞ്ഞ് അത് പൊട്ടി കൈക്ക് ചെറിയ പോറലുണ്ട്. അതിനുശേഷം ഇവർ ഒരാൾ വലിച്ചു കൊണ്ടുപോകാൻ നോക്കി. വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയ ശേഷം അവിടെയുള്ള കസേരയെടുത്ത് തലക്കടിച്ച് അങ്ങനെയാണ് തലക്ക് പരിക്കേൽക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള നാട്ടുകാരെല്ലാം കൂടി പിടിച്ചു മാറ്റിയിട്ടാണ് ഇവർ പോകുന്നത്. ഇവർ പറയുന്ന മെയിൻ കാരണം കായലോട് വെച്ചതാണോ നീ കളിക്കുന്നത്, എനിക്ക് ശരിയാക്കി തരാം, നിന്നെ കൊല്ലുവിടാന്നാണ് പറയുന്ന കാര്യം. വൈഷ്ണവിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് KSU ആരോപിച്ചു. ഹോട്ടലിലെ കസേരയും കുപ്പി ഗ്ലാസുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് വൈഷ്ണവ് പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് ക്യാമ്പസിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കെട്ടിടത്തിന്റെയും കണ്ണൂർ സർവകലാശാല ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ് പാലയാട് വനിതാ ഹോസ്റ്റലിന്റെയും മറ്റ് വികസന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാനം വികേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമേ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാല പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിനോട് ചേർന്ന് പൂർത്തീകരിച്ച സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പഠന വകുപ്പിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെയും വനിതാ ഹോസ്റ്റൽ 2ാം നിലയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലെ സുപ്രധാന ഘട്ടമാണിത്. ഉത്തര കേരളത്തിലെ 3 ജില്ലകളിലായി മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ വിഭാവനം ചെയ്ത് സ്ഥാപിച്ചതാണ് കണ്ണൂർ സർവകലാശാല. വിജ്ഞാനത്തിൻ്റെ വികേന്ദ്രീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. വിജ്ഞാനം വികേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമേ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിക്കൂ. അതുകൊണ്ടുതന്നെ കണ്ണൂർ സർവകലാശാല ഈ മുന്നേറ്റം ശക്തമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആ പാതയിൽ മുന്നേറാനാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യം ശരിയാണ്. ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ചില നടപടികൾ ആവശ്യമായിട്ടുണ്ട്. ഏതായാലും നല്ല മുന്നേറ്റം ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന തരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും കരഗതമാക്കാൻ കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും വിവിധ കമ്മീഷനുകളുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സിലബസുകൾ നല്ലതുപോലെ പരിഷ്കരിക്കുക, സർവകലാശാലകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. നമ്മുടെ ലബോറട്ടറികൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളവയാണ്. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ വലിയ തോതിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുങ്ങുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ഗവേഷണത്തിനും സംരംഭകത്വത്തിനും മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിന് അനുയോജ്യമായ ഭൗതിക സാഹചര്യങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരമൊരു കാഴ്ചപ്പാടോടെ ഓരോ ക്യാമ്പസിലും ആവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൻ്റെ ഈ പുതിയ കെട്ടിട സമുച്ചയത്തിനായി 6,30,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. ICT സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ, അത്യാധുനിക സെമിനാർ ഹാൾ, മൂഡ് കോർട്ട് ഹാൾ, വിശാലമായ ലൈബ്രറി എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം മുതൽ PhD വരെ പഠിക്കാൻ സൗകര്യമുള്ള രാജ്യത്തെ അപൂർവ ഗ്രാമപഞ്ചായത്താണ് ധർമ്മടമെന്ന് സ്പീക്കർ പറഞ്ഞു.
കണ്ണൂർ സർവകലാശാലയുടെ ആദ്യത്തെ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ പാലക്കാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. അത് ഒന്ന് ഇംഗ്ലീഷും മറ്റൊന്ന് ആന്ത്രോപോളജിയുമായിരുന്നു. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇന്ന് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു വലിയ ക്യാമ്പസായി കണ്ണൂർ യൂണിവേഴ്സിറ്റി മാറി എന്നുള്ളതാണ്. അവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളായിരുന്നു ആദ്യമുണ്ടായത്. തുടർന്ന് 96-2001 ഘട്ടത്തിലാണ് അവിടെ തന്നെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCAയും ലൈഫ് സയൻസും MBAയും ആരംഭിച്ചു. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒപ്പം സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് എന്ന പേരിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ലോയും ആരംഭിച്ചു. 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ അഡീഷണൽ ആരംഭിച്ചു. തുടർന്ന് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് 4ാമത്തത്, പിന്നീട് 5ാമത്തതായി അപ്ലൈഡ് ഇക്കണോമിക്സ് കൂടി പാലക്കാട് ക്യാമ്പസിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ആരംഭിച്ച് ഇന്ന് എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്ന് കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി വളർന്നു വലുതായി കേരളത്തിലെയും ഇന്ത്യയിലെയും ഏത് സർവകലാശാലയോടും കമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന സർവകലാശാലയും മാറി എന്നുള്ളതാണ്. ധർമ്മടം മണ്ഡലത്തിലുള്ള ബ്രണ്ണൻ കോളേജ്, സർവകലാശാല പാലയാട് ക്യാമ്പസ് എന്നിവയുടെ ദ്രുതഗതിയുള്ള വളർച്ച മുഖ്യമന്ത്രിയുടെ ശ്രമഫലമായാണെന്നും സ്പീക്കർ പറഞ്ഞു. KV സുമേഷ് MLA മുഖ്യാതിഥിയായി. ഡോക്ടർ A അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ഗീതമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം K അനുശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സിന്ധു, വാർഡംഗം NK ബൈജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം കോടിയേരിയിൽ നിർമ്മിക്കുന്ന കോടിയേരി സ്ക്വയറിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ജന്മനാട് കോടിയേരിക്ക് നൽകുന്ന ആദരമാണ് ഇത്. 99 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോടിയേരി സ്ക്വയർ നിർമ്മിക്കുന്നത്. പോർട്രേറ്റ് വാൾ, റെയിൻ ഷെൽട്ടർ, ബഫർ വാൾ, ലൈബ്രറി, ഇരിപ്പിടം, ഓപ്പൺ എയർ തിയേറ്റർ, കല്ലുപാകൽ, പ്ലാന്റേഷൻ, വാട്ടർ ഫൗണ്ടൻ, ഓട്ടോമേറ്റഡ് പ്ലംബിംഗ്, ലൈറ്റിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്നും സ്പീക്കർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അകാലത്തിലെ നിര്യാണം നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജില്ലയ്ക്കുമൊപ്പം ഈ കോടിയേരി എന്ന കൊച്ചു വില്ലേജിനുണ്ടാക്കിയ നഷ്ടം വളരെ കനത്തതാണ്. പല വിഷയങ്ങളും വരുമ്പം കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുന്നു. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴും ചോദിക്കുന്ന ചോദ്യം അത് തന്നെ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ആ കോടിയേരി മരണം അനിവാര്യമാണ്. ഏതൊരു വ്യക്തിയും ജനിച്ചാൽ ഒരു കാലത്ത് മരിക്കണം. പക്ഷെ ഈ നഷ്ടം എത്ര വർഷം പിന്നിടുമ്പോഴും ആ നഷ്ടത്തിന്റെ ആഴം വർദ്ധിക്കുന്നതല്ലാതെ അത് നികത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അത്രയേറെ ആഘാതം ഉണ്ടാക്കിയ നഷ്ടമാണ് കോടിയേരിയുടെ നഷ്ടം. കോടിയേരിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ഒന്നും ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. കാരണം ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി കടന്നുകൊണ്ടിരുന്നത്. എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകനെ വാർത്തെടുക്കുന്നതിൽ സഖാവ് കോടിയേരി വഹിച്ച പങ്ക് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. എന്നോടൊക്കെ വലിയ വാത്സല്യവും സ്നേഹവും കാണിച്ച ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു സഖാവ് കോടിയേരി എന്നുള്ളതാണ്. കേരളത്തിലെ CPIM-ന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരുപാട് കേഡർമാരെ, നേതാക്കന്മാരെ വളർത്തിയെടുത്ത സഖാവ് കോടിയേരിയുടെ ശിക്ഷണത്തിലായി സൗമ്യമായി ജനങ്ങൾക്കിടയിൽ എപ്പോഴും പുഞ്ചിരിച്ചു പോകുന്ന ആ മുഖം ഇന്ന് നമ്മുടെ മനസ്സിലില്ല. മനസ്സിലുണ്ട്, പക്ഷെ നമ്മുടെ സമൂഹത്തിലില്ല. അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം വളരെ അനിവാര്യമാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ക്വയർ ഇവിടെ രൂപീകരിക്കാൻ പോവുകയാണ്. ആ സ്ക്വയർ രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ ആലോചന നടത്തി. പല കാരണങ്ങൾ കൊണ്ട് വൈകിട്ടു. ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് 1 കോടി രൂപ 99 ലക്ഷമാണ് നമുക്ക് അനുവദിച്ചത്. ആ 99 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി FIT ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഇനിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മെയ് മാസത്തിന് മുമ്പ് തന്നെ ആ സ്ക്വയർ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അത് ഞങ്ങളുടെ സ്വപ്നമാണ്. 10 വർഷത്തെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ കോടിയേരിയിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ക്വയർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഈ സ്ക്വയർ യാഥാർത്ഥ്യമാവുന്നത്. തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ V സതി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ KP സുധാകരൻ, U ബ്രിജേഷ്, KP റീജ, ബിനീഷ് കോടിയേരി, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ V പ്രഭാത്, വിജയൻ വെളിയമ്പ്ര എന്നിവർ പങ്കെടുത്തു.
കുന്നോത്തുപറമ്പിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ഇനി കുതിപ്പ്. പാറാടി ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കായിക പ്രേമികളുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട പാറാട് ഇൻഡോർ സ്റ്റേഡിയം KP മോഹനൻ MLA നാടിന് സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിന്റെ എല്ലാ വിദ്യാലയങ്ങളിലും സ്പോർട്സ് കിറ്റ് ഞാൻ വിതരണം ചെയ്തത്. MLAയുടെ ഫണ്ടിൽ നിന്ന് സ്പോർട്സ് കിറ്റ് കൊടുത്തു. ഒരു സ്കിപ്പിംഗ് കയർ, അതുപോലെ തന്നെ ക്യാരം ബോർഡ്, ചെസ്, ഷട്ടിൽ ബാഡ്മിന്റൺ, അതിന്റെ നെറ്റ് ഒക്കെ തന്നെ ഉള്ളത്, ഷട്ടില്, അതുപോലെ തന്നെ വോളിബോൾ, നെറ്റും ബോളും, അതുപോലെ ഫുട്ബോൾ ഒക്കെ തന്നെ വിതരണം ചെയ്തു. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ കായിക രംഗത്ത് മുന്നോട്ട് വരിക. ഒപ്പം ലക്ഷ്യമിടുന്നത് 2 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിന്റെ എല്ലാ വിദ്യാലയങ്ങളിലും കളിസ്ഥലം ഉണ്ടാവുക എന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഏകദേശം 13ഓളം പുതിയ കളിസ്ഥലങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാ വിദ്യാലയങ്ങളും 147 വിദ്യാലയങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും കളിസ്ഥലം വരുമ്പോൾ അവിടെ കുട്ടികൾ പഠിക്കുക മാത്രമല്ല പഠിത്തത്തോടൊപ്പം കായിക രംഗത്തേക്കും വരികയാണ്. അങ്ങനെ വളർന്നു വരുന്നവർക്ക് ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് നമ്മുടെ ഈ സ്റ്റേഡിയം. അപ്പോൾ ഈ സ്റ്റേഡിയത്തെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഫസീല, ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ബിജീഷ്, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എബിൻ ജോസ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP സമീറ, AP ലിബിഷ, PK മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PO റിജുല, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. ഉഷ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം KP രാജേഷ്, K. കുഞ്ഞബ്ദുള്ള, C. പുരുഷു മാസ്റ്റർ, ഇസ്മയിൽ മുത്താറി, KP പ്രഭാകരൻ, CK കുഞ്ഞിക്കണ്ണൻ, ശ്രീനിവാസൻ മാറോളി, മൊയ്തു പത്തായത്തിൽ, അഡ്വക്കേറ്റ് PP അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707, 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി.
ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. വാർത്തയിലേക്ക്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് പാനൂരിൽ ഉജ്ജ്വല സ്വീകരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് 2 ആഴ്ച റിമാൻഡിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയതായിരുന്നു MC അതുൽ. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്വീകരണമൊരുക്കിയത്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് പ്രവർത്തകർ പാനൂരിൽ സ്വീകരണം നൽകി. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസിൽ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ പാനൂരിലെത്തിയത്. പാനൂർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും കോൺഗ്രസ് ഓഫീസിലേക്ക് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് MC അതുലിനെ സ്വീകരിച്ചാനയിക്കുകയായിരുന്നു. സ്വീകരണയോഗം KPCC മെമ്പർ V. സുരേന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP രാമചന്ദ്ര മാസ്റ്റർ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KP സാജു, സന്തോഷ് കണ്ണംവള്ളി, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി VK ഷബിന, തേജസ് മുകുന്ദൻ, K. രമേശൻ, KP വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. MC അതുൽ മറുപടി പ്രസംഗം നടത്തി. അതുപോലെ തന്നെയാണ് അവർ തിരിച്ചു പോകുമ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു കരിങ്കൊടിയുമായിട്ടാണ് നമ്മൾ പ്രതിഷേധവുമായിട്ട് കടന്നു ചെന്നിട്ടുള്ളത്. പക്ഷേ മന്ത്രി വീണ ജോർജിന് ആ കരിങ്കൊടിയായിട്ടല്ല തോന്നിയത്. അവർക്ക് തോന്നിയത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മാരകായുധമായിട്ട് ഒരു കരിങ്കൊടി തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിനകത്തുള്ള മന്ത്രി അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവർ നിലകൊള്ളുന്നത് ഒരു ഫാസിസ്റ്റ് നിലയിലുള്ള മനോഭാവമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ MC അതുൽ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 ആഴ്ച റിമാൻഡിലായിരുന്നു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കിയിരുന്നു. മുത്താരപ്പടികയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിൽ ചെണ്ടയാട് ഗുരുദേവ സ്മാരകം UP സ്കൂൾ പരിസരത്തേക്ക് സ്വീകരിച്ചാനയിക്കുകയായിരുന്നു. KPCC മെമ്പർ V. സുരേന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KP രാമചന്ദ്രൻ
അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് KP വിജീഷ്, DCC സെക്രട്ടറിമാരായ KP സാജു, ഹരിദാസ് മുഖേരി, കുന്നത്തുപറമ്പ് പഞ്ചായത്ത് അംഗം KC ബിന്ദു, AP രാജു, തേജസ് മുകുന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. കോടിയേരി ഗോൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായ പരിസമാപ്തിയിലേക്ക്. ദിവസവും നിരവധി പേരാണ് മത്സരം കാണാനെത്തുന്നത്. തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, CP സുമിത, ബിപിൻ രാജ്, ബിപിൻ ബാബു, ആശിഷ് ബാബു എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. ലൈനപ്പ് ഇബ്നു ദ ഗോൾ കീപ്പർ, ആഷിഖ് ജേഴ്സി നമ്പർ 4, നൗഷാദ് ബാബു 3, ഷാഹിൽ 8, മോറിസ് 2, ബോഡി 9, ഡിനോ 7, സാലി 10, യാസീൻ 5, അജു ഗോൾ കീപ്പർ ജേഴ്സി നമ്പർ 1, ഷാരിഫ് 2, അലി സഫ്വാൻ 3, ഡാനി 8, റിച്ചാർഡ് 9, മാർക്കോ 10, അബ്ദുൽ ഖാദർ 11, ചെറുക്കൽ ഫായിസ് 12, നാസർ ബാബു. ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന് നൽകുന്ന 150 വൃക്ഷത്തൈ വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ ഗ്രാമപഞ്ചായത്ത് അംഗം കാമ്പിൽ മനോജിന് കൈമാറി. ജ്വാല PBP ടീം പെരുന്താറ്റിൽ, ശിവതാണ്ഡവം കൊളശ്ശേരി, അലപത്മം കൈരളി പാലയാട് എന്നിവർ അവതരിപ്പിച്ച കൈകുട്ടിക്കളികളും അരങ്ങേറി. ആരോഗ്യരംഗത്ത് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചക്കരക്കല്ലിൽ 17 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ഇരുവേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവജാത ശിശു മരണനിരക്ക് അമേരിക്കയിൽ 5.6% ഉള്ളപ്പോൾ കേരളത്തിൽ 5%. കോവിഡിന് മുന്നിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രങ്ങൾ പോലും പകച്ചപ്പോൾ കേരളം ഒരുക്കിയ പൊതുജന ആരോഗ്യ സമ്പ്രദായം കോവിഡിനെ മറികടന്നു. ലോകാരോഗ്യരംഗത്ത് പൊതുവിൽ പിന്നിലാണ് ഇന്ത്യ. എന്നാൽ ആ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അമേരിക്കയെ മറികടക്കുന്ന നേട്ടം കരസ്ഥമാക്കുന്നു. ഇത് സാധിച്ചത് സുശക്തമായ ആരോഗ്യ സമ്പ്രദായത്തിലൂടെയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോവിഡിന് മുന്നിൽ വലിയ സമ്പത്തുള്ള രാഷ്ട്രങ്ങളടക്കം മുട്ടുകുത്തിപ്പോയി. പക്ഷേ കോവിഡിൻ്റെ മൂർധന ദശയിലും ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങളെ കവച്ചു വെക്കാൻ കോവിഡിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ലോകം തന്നെ അത്ഭുതാതരങ്ങളോടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം നേടുന്ന നേട്ടങ്ങൾ ശ്രദ്ധിക്കുന്നത്. അമേരിക്കയിലെ നവജാത ശിശുക്കളുടെ മരണനിരക്ക് 5.6. കേരളത്തിലത് 5. അപ്പോൾ അമേരിക്കയെ കവച്ചു വെക്കുന്ന നേട്ടം ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനത്തിന് എങ്ങനെ നേടാൻ കഴിഞ്ഞു? എന്താ ഇന്ത്യക്കുള്ള പ്രത്യേകത? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെടുത്താൽ ആരോഗ്യരംഗം വളരെ പുറകിലാണ്. വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഇത്ര വലിയ നേട്ടം എങ്ങനെ നേടാനായി? അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാർ നമ്മുടെ സംസ്ഥാനത്ത് നല്ല നിലയിൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ആരോഗ്യരംഗത്തിൻ്റെ മികവ് കൊണ്ടുകൂടിയാണ്. എന്നാൽ
കേരളത്തിൽ എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നോ കേരളത്തിൻ്റെ ആരോഗ്യരംഗം? കേരളത്തിൻ്റെ ആരോഗ്യരംഗം പൊതുവെ രാജ്യം ശ്രദ്ധിച്ച ഒരു രംഗമായിരുന്നു. നല്ല രീതിയിലുള്ള ഇടപെടൽ ഈ രംഗത്തുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാം വലിയ തകർച്ചയിലായല്ലോ. 2016 10 വർഷത്തെ പഴക്കമല്ലേ ഉള്ളൂ. ആ 10 വർഷം മുൻപുള്ള 2016 മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആരോഗ്യരംഗത്ത് എത്ര വലിയ തിരിച്ചടിയായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല. ഇല്ലായ്മയുടെ പട്ടികയായിരുന്നല്ലേ നടത്തിയിരുന്നത്. കണ്ണൂർ ജില്ലയിൽ 14 ആരോഗ്യ സ്ഥാപനങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയത് ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ 500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കി. ഈ നിലയാണ് സംസ്ഥാനത്തെങ്ങും കാണാൻ കഴിയുന്നത്. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചത് ആരോഗ്യമേഖലയുടെ കൂടി നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷത വഹിച്ചു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഷൈജ, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗിരീശൻ, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുനീഷ്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം OC ബിന്ദു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിയാദ് തലശ്ശേരി മണ്ഡലം KMCCയുടെ ആഭിമുഖ്യത്തിൽ സൗദി KMCC നാഷണൽ കമ്മിറ്റി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ആനുകൂല്യ വിതരണം നടത്തി. താഴെ ചമ്പാട് ഓരാങ്കുൽ താഴപ്പള്ളിക്കു സമീപമാണ് ചടങ്ങ് നടന്നത്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പക്ഷേ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുസ്ലിം ലീഗ് നടത്തുന്നത് പോലുള്ള പരിപാടി സംഘടിപ്പിക്കുവാനും അതിൻ്റെ ഒരു 1000-ലൊരംശം പരിപാടി സംഘടിപ്പിക്കുവാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ്. കാരണം കേവലം ഒരു പ്രവർത്തനം നടത്തി 4 വോട്ട് വാങ്ങി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നിയമസഭയിലോ പാർലമെൻറ്റിലോ മന്ത്രിപദത്തിലേക്കോ കടന്നുപോയി അത് ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് നാളെ മരിച്ചാൽ മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടതുണ്ടെന്നും അവിടെ വെച്ച് ലഭിക്കുന്ന ചില റിവാർഡുകളും ആനുകൂല്യങ്ങളുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പഠിപ്പിച്ചൊരു മതത്തിൻ്റെ അനുയായികൾ എന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധ റമദാൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് സാധിക്കുന്നത്. അവിടെയാണ് മതം എന്നൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസക്തി. നമ്മൾ ഈ അടുത്ത കാലത്ത് ചില ചർച്ചകൾ കണ്ടു. ഞാനത് രാഷ്ട്രീയം പറയുന്നത് KM ഷാജിയുടെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന, കമ്മ്യൂണിസ്റ്റ് CPM-ലേക്ക് പോകുമ്പോൾ മതത്തിൻ്റെ പരിസരത്ത് നിന്നാണ് നമ്മുടെ സഹോദരങ്ങൾ പോകുന്നത് എന്നൊരു പ്രസ്താവന വന്ന വലിയ വിവാദങ്ങളുണ്ടാക്കി. പക്ഷെ അതൊരു പ്രത്യയശാസ്ത്രപരമായ സംവാദമായിരുന്നു എന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചു. ഈ അടുത്ത കാലത്ത് വരെ ഷാജിക്ക് ഇത് എന്തൊക്കെ പറയുമ്പോൾ അയാൾ മതം പറഞ്ഞു. എന്താണ് മതം പറയും? ആ മതം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങളോട് നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പരിശുദ്ധ റമദാനിലാണ്. ആ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഭൂമിയിൽ അവതീർണമായതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ദൈവകൽപ്പനയനുസരിച്ച് ഈ വ്രതമനുഷ്ഠിക്കുന്നത്. സൗദി KMCC വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു. പനിന്നൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PK ഹനീഫ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് AK ആബൂട്ടി ഹാജി, ഷാനിദ് മേക്കുന്ന്, MV അബ്ദുള്ള, റുക്സ അലി എന്നിവർ സംസാരിച്ചു. KMCC തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് KV നാസർ സ്വാഗതവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കാവിൽ മുഹമ്മദ് നന്ദിയും പറഞ്ഞു. വയലളം സെൻട്രൽ UP സ്കൂൾ 99ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 99 വർഷം പൂർത്തിയായ ഈ വാർഷികാഘോഷം അടുത്ത 100ാം വാർഷികത്തിലേക്ക് എത്തുന്ന ഈ സ്കൂളിനെ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച സംഘാടന ആയിരിക്കും രാജേഷ് മാഷ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്.
കാരണം ഞാനും മാഷും പങ്കെടുക്കുന്ന ഒരു ഭിന്നശേഷിക്കാരുടെ പരിപാടിയുണ്ട്. ഞാൻ മാഷ് ഏറ്റവും അടുത്തറിയുന്നത് ആ രണ്ടടുത്ത് മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പോൾ അടുത്താണ് അറിയുന്നത് സംഘാടക മികവിനെ പറ്റി. ഇന്ന് 67 സ്കൂളുകളുടെ ഒരു അവലോകനം ഉണ്ടായിരുന്നു. ആ അവലോകനത്തിൽ ഓരോ സ്കൂളുകളും തങ്ങളുടെ സ്കൂളുകൾ മികച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് ഞാൻ കേട്ടിരുന്നു. രാവിലെ 1 മണിക്കൂർ അതായിരുന്നു കേട്ടിരുന്നു. എല്ലാ സ്കൂളുകളും ഭാവനാപൂർണമായ പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പുതിയ കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖല അടിമുടി മാറ്റുന്നതിന് വേണ്ടിയുള്ള സാർവത്രിക ഇടപെടൽ എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു അരനൂറ്റാണ്ടിന് ശേഷമാണ് അടുത്ത എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ മാറ്റത്തിന് വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുണ്ട്. നേരത്തെ ഒരേ സിലബസാണ് കാലങ്ങളായി പഠിപ്പിച്ചു പോകുന്നത് മാറി പുതിയ കാലത്തേക്ക് വേണ്ട വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്ന കൂട്ടായ ആലോചനയുടെ ഫലമായി വിദ്യാർത്ഥികളും അധ്യാപകരും PTA കമ്മിറ്റികളും മദർ PTകളെല്ലാം തങ്ങളുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കണം, അവരെന്ത് പഠിക്കണം എന്നുള്ളതെല്ലാം കൃത്യമായ അവലോകനങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബന്ധം, എൻ്റെ കുട്ടികളെല്ലാം സാമൂഹ്യ പ്രതിബന്ധമുള്ളവരായിരിക്കണം, എൻ്റെ മക്കൾ കുടുംബപരമായ പ്രതിബദ്ധത ഉണ്ടാവണം, നാടിൻ്റെ എല്ലാ മാറ്റത്തിനും പങ്കാളിത്തം ഉണ്ടാവണം എന്ന ചിന്ത എല്ലാവരും വളർന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ അവലോകന യോഗത്തിൽ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വരും കാലങ്ങളിലെ എല്ലാ പൗരന്മാരും ഇന്നത്തെ കുട്ടികൾ നാളത്തെ വിശ്വപൗരന്മാരാണ്. അവർക്ക് മുഴുവൻ രാഷ്ട്രീയ അവബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. PTA പ്രസിഡന്റ് NM ദിലീഷ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ EP സുജാത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുൻ പ്രധാനാധ്യാപിക VK ശ്രീദേവി എൻഡോവ്മെന്റ് വിതരണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരായ ബേബി സുജാത, E ആശ, V ഷബിത, P രാജീവ് കുമാർ, റീഡേഴ്സ് സെന്റർ വൈസ് പ്രസിഡന്റ് NK ദിനേശൻ, ശ്രീനാരായണ ഗുരുവരാലയം സെക്രട്ടറി MA സുധീഷ്, മണോളിക്കാവ് ജോയിന്റ് സെക്രട്ടറി PM പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. G പ്രഭിഷ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ K രാജേഷ് സ്വാഗതവും റീഭ നന്ദിയും പറഞ്ഞു. വിവിധ മേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, LKG മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണം, വിവിധ സ്കോളർഷിപ്പ് വിതരണം, സമ്മാനദാനം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. KPSTA പാനൂർ ഉപജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും വിവിധ പരീക്ഷകളിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കഴിവ് തെളിയിച്ച സംഘടനയിലെ അധ്യാപകരുടെ മക്കൾക്കുള്ള അനുമോദനവും നടത്തി. ഇഫ്താർ സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു. KPSTA സംസ്ഥാന പ്രസിഡന്റ് PK അരവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും ഭീതിതമായ അവസ്ഥ. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കണം. അവിടെ വിവസ്ത്രരാക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ദിനേശൻ പച്ചോൾ, CVA ജലീൽ, ജില്ലാ ട്രഷറർ രജീഷ് കാളിയത്താൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MK രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം അജിത, RK രാജേഷ് എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് V വിപിൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി P വിജിത്ത് സ്വാഗതവും ട്രഷറർ KC സന്ദീപ് നന്ദിയും പറഞ്ഞു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം നടത്തി. നിരവധി ആളുകൾ സംബന്ധിച്ചു. സ്കൂൾ അധ്യാപകനും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറുമായ അബ്ദുള്ള പുത്തൂർ ഇഫ്താർ സന്ദേശം നൽകി. ഇവിടെ വിഭവസമൃദ്ധമായ ഫ്രൂട്ട്സുകളുണ്ട്, നമുക്ക് നല്ല ഒരുപാട് കടികളുണ്ട്, ഒരുപാട് ഭക്ഷണവും രുചികരമായ ജ്യൂസുകളും മുമ്പിലുണ്ട്. ഇതേ സമയത്ത് ലോകത്തിന്റെ ഒരു ഭാഗത്ത് നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോകുന്ന നമ്മെ പോലുള്ള കുട്ടികളുണ്ട് എന്നത് കൂടി ഇതിനെ കൂടെ നമ്മൾ ഓർക്കേണ്ടത് യാഥാർത്ഥ്യമാണ്. ഒരു കുട്ടി ഒരു പണ്ഡിതനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രിയപ്പെട്ടവരെ, എനിക്ക് നോമ്പ് തുറക്കാതെ വീണ്ടും പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ വീണ്ടും നോമ്പ് കാരണം കൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ? എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ? അദ്ദേഹം ചോദിക്കുന്നു, എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എന്തിനാണ് അങ്ങനെ അന്വേഷിക്കുന്നത്? നീക്ക് എന്തേ നോമ്പ് കുടിക്കാൻ പറ്റില്ലേ? ആ കുട്ടി കൊടുക്കുന്ന മറുപടി, തിന്നാനൊന്നുമില്ലാതെ കുടിക്കാനൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ നോമ്പ് കുറിക്കേണ്ടത്? ഒരു ഭക്ഷണവും കിട്ടാതെ ഞാൻ എങ്ങനെ നോമ്പ് കുറിക്കേണ്ടത്? കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ നോമ്പ് ഭക്ഷണം കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും നോമ്പുകാരനായാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. PTA പ്രസിഡന്റ് മുസ്തഫ PK, വികസന സമിതി കൺവീനർ TP മുസ്തഫ, മാനേജർ ദിനേശൻ മഠത്തിൽ, ജയരാജ് എടത്തട്ട, മഹമ്മൂദ്, അഷ്റഫ് മാസ്റ്റർ, മഹമ്മൂദ് കാവിൽ, P സുബൈർ, KP പുരുഷു എന്നിവർ സംസാരിച്ചു.
പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നോയ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ കെ മണിലാൽ, പഞ്ചായത്ത് സെക്രട്ടറി എം വി ഷീജ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഏറ്റവും ലളിതമായ ഒരു ചടങ്ങാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ചത്. നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷമുള്ള ഹെവി ഫുഡ് ഇവിടെ ഒരുക്കിയിട്ടില്ല. അങ്ങനെ ഒരുക്കാതിരിക്കാനുള്ള കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ എത്രയും വേഗത്തിൽ വീട്ടിലെത്തി മറ്റ് നോമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കെല്ലാം ചെയ്യാൻ സൗകര്യാർത്ഥമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും ഐക്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും എല്ലാം ഏറ്റവും ഉയർന്ന രൂപമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിനക്കാരായി ഉദ്ഘാടനം ചെയ്തു. പെട്ടവരും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശാരീരികമായ ഉന്മേഷത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് വേണ്ടിയും മാനസികമായ ശുദ്ധീകരണത്തിനും വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത് എന്നാണ് പടച്ചവൻ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും മനുഷ്യർ തമ്മിലെ പല കാരണങ്ങൾ കൊണ്ട് അകറ്റാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടന്നു വരുന്ന ഇത്തരമൊരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമൂഹ ഒത്തുകൂടലുകളുടെ അനിവാര്യത നാം മനസ്സിലാക്കേണ്ടത്. സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ രഘുത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഒ കെ അനുരാധ, സി സി സഹിൽരാജ്, സജീവ്, എ ടി അലിഹാജി, പി കെ ഇബ്രാഹിം, എ ടി അഷ്റഫ്, വി ബാലൻ, സി വിജയൻ, പി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി രത്നജ, കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. വാർഡ് കൗൺസിലർ സുധീർ ബാബു, സ്കൂൾ പ്രധാനാധ്യാപകൻ സനൽകുമാർ, സ്കൂൾ മാനേജർ പി എം രാധാകൃഷ്ണൻ, CRC കോർഡിനേറ്റർ ഷെറിൻ ഷഹാമ, അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇഫ്താർ വിരുന്നിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഫലമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ നിലയിലേക്ക് ഉയർത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേങ്ങാടി കെ നായനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. റോഡ് നവീകരണത്തിന് തടസ്സം നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റാത്ത CPM DYFI നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF. PWD സ്ഥലത്ത് നിൽക്കുന്ന ബസ് ഷെൽട്ടർ പൊളിക്കാതെ ഉദ്യോഗസ്ഥർ CPMന് ഒത്താശ ചെയ്യുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും UDF.
ഇരിക്കൂർ കുഞ്ഞാമിന കൊലപാതക കേസിലെ പ്രതികൾ 10 വർഷത്തിനു ശേഷം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ന്യൂഡൽഹി നാങ്നോയ് സ്വദേശി നസീർ അലിയുടെ ഭാര്യ പർവീഡ് ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവർ. പൊയിലൂരിൽ CPM സ്തൂപവും കൊടിമരവും തകർത്തു. പിന്നിൽ RSS എന്ന് CPM. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.